ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനൊരു കണ്ടീഷനിൽ ഒരു RC പോലും കേരളത്തിൽ കാണത്തില്ല. RC എന്നല്ല, ഒരു KTM വണ്ടി പോലും കാണത്തില്ല ഇത്രയും ഒരു മോശം കണ്ടീഷനിൽ. ഷുവറാണ്, 100%. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും മച്ച് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടിരിക്കുവാണെന്ന് എനിക്കറിയാം, ആണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ വണ്ടിയുടെ റീബിൽഡിൻ്റെ വൺ ഓഫ് ദ മെയിൻ പാർട്സ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഇന്ന് വണ്ടി ഷോറൂമിൽ കൊണ്ടുപോകാൻ പോവുകയാണ്. വണ്ടി എവിടെയാണ് കൊടുക്കുന്നത്, ഏത് ഷോറൂമിലാണ് എന്നുള്ള കാര്യമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കാണുമ്പോൾ മനസ്സിലാകുമായിരിക്കും. തമ്മിൽ ഞാൻ ചിലപ്പോൾ അത് തന്നെ കൊടുക്കുമായിരിക്കും കേട്ടോ. എന്തായാലും നമ്മൾ ഷോറൂമിലോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. അപ്പോൾ വണ്ടി എടുക്കാൻ ആൾ വരും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് വണ്ടിയിൽ കുറേ ഫുൾ പൊടിയാണല്ലോ. അന്ന് നിങ്ങൾ കണ്ട സമയത്ത് എങ്ങനെ ഇരിക്കുവാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ പൊടിയെല്ലാം ജസ്റ്റ് ഒന്ന് തൂത്ത് കളയണം. ചിലന്തിവലയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് തൂക്കണം. എന്നിട്ട് ഹോപ്പ്ഫുള്ളി നമ്മളിന്ന് കയറ്റും. എത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരിക്കാം, അറിയില്ല. ഫിംഗേഴ്സ് ക്രോസ്ഡ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം ആ ഒരു വീഡിയോ കിട്ടിയ റീച്ച് എന്ന് വെച്ചാൽ 25K അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. 25K അതിൽ കൂടിയെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ ഒരു വീഡിയോ ഇത്രയും കയറി അങ്ങ് കയറി അങ്ങ് വൈറലാകും. എന്നെ സംബന്ധിച്ച് വൈറലാണ് കേട്ടോ അത് 25K എന്നൊക്കെ പറയുന്നത്. അപ്പം നിങ്ങൾ എന്തുമാത്രം വണ്ടിയെ ഇഷ്ടപ്പെടുന്നു, KTM RC 200, പ്രത്യേകിച്ച് BS3 വേർഷൻ, അതിൽ എന്തുമാത്രം ഇഷ്ടപ്പെടുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. സോ ആ ഒരു രീതിയിൽ അതിന് ജസ്റ്റിസ് കിട്ടുന്ന രീതിയിൽ തന്നെ ഞാനത് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കും. ചുമ്മാ നമ്മൾ ഓവറായിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊന്നും ഞാനത് ചെയ്യില്ല. കുറച്ച് സട്ടിലായിട്ട്, കുറച്ച് കുറേ ഭയങ്കര ഫ്ലാഷ് ആക്കത്തില്ല ഞാൻ വണ്ടി ഫോർ നൗ. ഇപ്പം എന്താ, ഞാൻ സ്റ്റോക്ക് തന്നെ ഇറക്കി ചെറിയ നല്ല രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ഷോറൂമിൽ വിശേഷങ്ങളൊക്കെ കാണിക്കാം. പക്ഷേ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, വണ്ടിയുടെ താക്കോൽ കണ്ടുപിടിക്കണം. താക്കോൽ ഇവിടെ ഉണ്ട്, അത് ഞാൻ ഒരിക്കൽ കണ്ടുപിടിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കണം. എന്നിട്ട് വണ്ടി ഫുൾ തൂത്ത് വൃത്തിയാക്കണം. എന്തായാലും നമുക്ക് താഴോട്ട് പോകാം, എന്നിട്ട് ബാക്കിയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ ഗൈസ്, അങ്ങനെ താക്കോൽ കിട്ടി വണ്ടിയുടെ, കണ്ട KTM. അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി എടുത്തിട്ട് അന്ന് വെച്ചതുപോലെ തന്നെ ഇരിക്കണം കേട്ടോ, കാണിച്ചു തരാം. വണ്ടി എടുത്തിട്ട് ഞാൻ കാണാൻ പറ്റുന്ന രീതിയിൽ വെക്കാം. പക്ഷേ അതിന് മുന്നേ കാർ എടുത്ത് മാറ്റണം, എന്നാലേ പറ്റത്തുള്ളൂ. ഭയങ്കര വെയിലാണ്. അന്നേരം വണ്ടി കൊണ്ടുപോകാനുള്ള വണ്ടി വന്നു കഴിയുമ്പോഴും, ബൈക്ക് കൊണ്ടുപോകാനുള്ള വണ്ടി വന്നു കഴിയുമ്പോഴും നമ്മൾ പുറത്തോട്ട് വെച്ച് എടുത്ത് വെക്കാൻ പറ്റത്തില്ല, അത്ര വെയില. അപ്പോൾ വണ്ടി അകത്തോട്ട് ഇട്ട് തന്നെ എടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ കാർ കുറച്ച് ഫ്രണ്ടിലോട്ട് കയറ്റിയിടാന്ന് വിചാരിക്കുക. സോ കാർ എടുത്തിട്ട് ഞാൻ വണ്ടി കാണിച്ചു തരാം. നമ്മളങ്ങനെ വണ്ടിയൊക്കെ മാറ്റി ഞാൻ ബൈക്ക് കാണിച്ചു തരാം. സോ കണ്ടിരിക്കുന്ന ബൈക്ക് പഴയ പോലെ തന്നെ. വണ്ടി കാണുമ്പോൾ സങ്കടം വരും. അതുപോലെ ഈ വീഡിയോ ആദ്യം കണ്ട സമയത്ത് ഞാൻ കമൻറ്റിൽ കണ്ടതാണ്, ബൈക്ക് ഇത്രയും നാൾ ഇരുന്നത് ഓക്കെ, പക്ഷെ എങ്ങനെ ഈ കവർ ഇത്രയും നാൾ സർവൈവ് ചെയ്തു എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ഷോറൂമിൽ തന്നെ വാങ്ങിച്ചത്, ചിലപ്പം അത് ഇത്ര നല്ലതായതുകൊണ്ടായിരിക്കാം. ഓക്കെ, എനിവേ വേണ്ട ബൈക്ക് ഇപ്പോൾ 1 by 1 ആയിട്ട് ഈ പൊടിയും കാര്യങ്ങളൊക്കെ ഇഷ്ടം തുടച്ച് കളയണം. ബൈക്ക് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തോട്ട് എടുത്ത് ആ ഒരു രീതിയിൽ വെക്കാം, എന്നിട്ട് കാണിക്കാം. കാണുന്നത് പോലെയല്ല, കാറ്റില്ലാത്ത ഈ വണ്ടി തള്ളി നിൽക്കാൻ വളരെ പാടാണ്. വണ്ടി ഇതേ എടുത്ത് ഞാൻ നടുക്കോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വണ്ടി മാറ്റിയ സമയത്ത് ഒരു തവള ചാടിപ്പോയി. ഇവിടെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോയി അറിയില്ല. ഇനി ഇതേ കണ്ടോ, ഇതൊക്കെ ഇനി തൂത്ത് തുടച്ച് വൃത്തിയാക്കാം. ഇതൊക്കെ തട്ടിക്കളയണം ഇനി.
വണ്ടി ഞാൻ എന്നെ കൂടെ പറ്റുന്ന പോലെ ഫുൾ ചലഞ്ച് വിലയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഫുള്ള് പോയിട്ടില്ല, കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കാണിക്കാം. പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഫുള്ള് അടിച്ചു കയറേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ അടിച്ച് കഴിയുമ്പോൾ വണ്ടി ഇങ്ങനെ ഇരിക്കുമല്ലോ, വെള്ളം നനയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. കാരണം ബാറ്ററി കമ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥലവും അതൊക്കെ കുറച്ച് ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണ് ബാറ്ററി റിമൂവ് ചെയ്ത സമയത്ത്. ഞാനിപ്പോൾ കാണിച്ചു തരാം. എന്തായാലും ക്ലീൻ ആക്കിയതിന് ശേഷമുള്ള ഒക്കെ കാണിച്ചു തരാം. ഒന്ന് തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന സാധനങ്ങളുണ്ടോ, പൊടി കണ്ടോ. പിന്നെ അന്ന് തട്ടി കുറഞ്ഞപ്പോൾ വന്നതാണ് ഇതൊക്കെ. ഏകദേശം ഇങ്ങനെയൊക്കെ ഒന്ന് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ കൂടുകളൊക്കെ തട്ടി കളഞ്ഞു, ഇവിടുത്തെ ചലഞ്ച് വരെയൊക്കെ എടുത്ത് കളഞ്ഞു. ഇവിടെയൊക്കെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു, ചലഞ്ച് വരെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കളഞ്ഞത് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഇവിടെ ഈ സസ്പെൻഷൻ്റെ ഓയിൽ സീൽ പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞു. പിന്നെ വെള്ളം ഒഴിച്ച് കഴിയാത്തതെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇവിടെയാണ് ബാറ്ററി വരുന്നത്. അപ്പോൾ അത് കുറച്ച് ലൂസായിട്ട് അത് ഓപ്പണാക്കി വെച്ചേക്കുവാണ്. ഓപ്പണായിട്ടിരിക്കും, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കയറ്റി വെച്ചേക്കുക. അത് അതുപോലെ തന്നെ സീറ്റ് ഓപ്പണാക്കി വെച്ചേക്കുവാണ്. എൻ്റെ പഴയ പേപ്പറും കാര്യങ്ങളൊക്കെ കണ്ടുവെച്ചതാണ്. ഇതെന്തോ വേറെ പ്രശ്നമൊന്നുമില്ല. അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ടുണ്ട്. പഴയ RCയുടെ കോപ്പിയും പൊല്യൂഷനൊക്കെയാണ്. ഇതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. ഇനിയിപ്പോൾ കൊണ്ടുപോകാൻ വണ്ടി വരും, അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ അപ്പോൾ കാണിച്ചു തരാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ 4 പേര് കഠിനമായി അധ്വാനിച്ചതിൻ്റെ ഫലമായി വണ്ടി, നമ്മുടെ ബൈക്ക് ഈ വണ്ടിയിലോട്ടൊന്ന് കയറ്റി വെക്കാൻ പറ്റി. കൊണ്ടുപോകുന്നു ഗൈസ്. ഇത് ഓരോ വളവെത്തുമ്പോഴും ഇങ്ങനെ വണ്ടി ഒരു സൈഡിലോട്ട് ചെറുതായിട്ട് ചരിയുന്ന കാണാമോ? ഇവിടെ കണ്ടോ, ചരിഞ്ഞുണ്ടോ? ഓ, അത് കാണുമ്പോൾ നെഞ്ചിലൊരു പെടച്ചിൽ. നോക്കണ്ട, കെട്ടിയിട്ടൊക്കെ ഉണ്ട്, സ്ട്രോങ് ആണ്, പക്ഷെ എന്നാലും നമുക്കൊരു ടെൻഷൻ. അയ്യോ, നോക്കണ്ട. സോ അങ്ങനെ നമ്മൾ കരുനാഗപ്പള്ളി KTM ഷോറൂമിലെത്തിക്കുവാണ്. കാരണം നമ്മുടെ വണ്ടി നമ്മളിവിടെയാണ് പണിയാൻ കൊടുക്കുന്നത്. ആരും പേടിക്കണ്ട, വണ്ടി വീണ് പോയതല്ല, ആക്ച്വലി കെട്ടി വെച്ചിരുന്നതാണ്. പിന്നെ ഈ വണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മീൻസ് റോഡ്, നമ്മുടെ കേരളത്തിലെ റോഡല്ലേ, ഫുള്ള് കുഴിയാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന സമയത്ത് ചരിഞ്ഞ് ആ കയറെ തന്നെ തൂങ്ങി നിൽക്കുവാണ്. വണ്ടിയുടെ ബോഡി താഴെ തട്ടിയിട്ടില്ല, അങ്ങനെ വീണ് പോയതാണിത് കേട്ടോ. അങ്ങനെ നമ്മൾ ഷോറൂമിലെത്തി, വണ്ടി ഇറക്കാൻ പോവാണ്. ഇത് ഞങ്ങൾ 7 പേർ ചേർന്നാണ് ഇത് ഇറക്കിയത്. ഒരാൾ ഞാനും ഉണ്ട്. 7 പേരെന്ന് വിചാരിക്കും, നിങ്ങൾ വിചാരിക്കും ഞാൻ എന്ത് ചെയ്തത്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുകയാണ്, പക്ഷേ ഈ വീഡിയോ ഇപ്പോൾ കട്ടാവും. അതിന് കാരണം ഞാനിവിടെ പോയി കൈവച്ചിട്ടാണ് വണ്ടി ഇറക്കിയത്. അത്ര വെയിറ്റായിരുന്നു. അങ്ങനെ നമ്മുടെ ചെറുക്കനെ നിലത്തിറക്കി വെച്ചു. ഇനി സർവീസ് വേയിലോട്ട് കയറ്റണം. അങ്ങനെ ഫൈനലി സർവീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഇതാണ് സർവീസ് സ്റ്റേഷൻ. ഇത് കാണുമ്പം ഇറ്റ് ഫീൽസ് ഹോം. കാരണം വണ്ടി എടുത്ത സമയത്ത് ഇടയ്ക്കിടെ ഇങ്ങനെ സർവീസിന് കൊണ്ടുവന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്. ഇളക്കി വെച്ചിരുന്നതാണ്. പിന്നെ ഞാനതുകൊണ്ട് ചാർജ് ചെയ്ത് നോക്കി, പക്ഷേ കാര്യമില്ല. ഗൈസ്, ഇത് മൊമെൻ്റ് ഓഫ് ട്രൂത്ത് ആണ്. കാരണം വണ്ടി ഞാൻ കൊടുത്തിട്ട് വരുന്നതിന് മുന്നേ അറ്റ്ലീസ്റ്റ് എനിക്ക് ആ മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോയെന്നൊന്ന് മേക്ക് ഷുവർ ചെയ്യണമായിരുന്നു. അങ്ങനെ നിർബന്ധിച്ചാണ് ഞാൻ ബാറ്ററി ജസ്റ്റ് ഒന്ന് വെച്ചൊന്ന് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും ബാറ്ററി കണക്ട് ചെയ്ത് നോക്കിയപ്പം ഞാൻ വരെ ഞെട്ടിപ്പോയി. മീറ്റർ സ്റ്റാർട്ടായി ഗൈസ്, മീറ്റർ വർക്കായി ഗൈസ്. എന്ന് വെച്ചാൽ എന്തൊരു സന്തോഷമായിരുന്നു അറിയാമോ. എന്ന് വെച്ചാൽ എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് 13,784 കിലോമീറ്റേഴ്സാണ് ഓടി. 13,000 കിലോമീറ്റർ. ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. നമ്മുടെ ചെറുക്കനിരിക്കുന്നുണ്ട്. എന്തോ എന്നെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ വണ്ടി സർവീസ് സ്റ്റേഷനിൽ കൊടുത്തു, കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് എന്തായാലും വന്നതല്ലേ, പിന്നെ അകത്ത് പുതിയ വണ്ടികളൊന്നും നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെന്ന് കയറിയപ്പോൾ ഉണ്ട് നമ്മുടെ RC 200 പുതിയ വണ്ടി ഇരിക്കുന്നു. ആദ്യം തന്നെ വണ്ടി കണ്ടപ്പം ഒരു ഒരു ബിഗ് ബൈക്ക് ഫീലുണ്ട് വണ്ടിക്ക്. പക്ഷേ എനിക്ക് പേഴ്സണലി പഴയ തന്നെയാണ് ഇഷ്ടം. വാട്ട് യു ഗൈസ് തിങ്ക്? അതിൻ്റെ ബാക്കിലത്തെ ലൈറ്റൊന്നും വലിയ വ്യത്യാസമില്ല, പക്ഷേ ഓവറോൾ കമ്പോണൻസ് എല്ലാം മാറ്റിയിട്ടുണ്ട്. എൻജിൻ
വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് വണ്ടിക്ക്, അല്ലെങ്കിൽ വീൽസ് മാറിയിട്ടുണ്ട്, ഹെഡ് മാറിയിട്ടുണ്ട്. കാണുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ഒരുപാട് റിവ്യൂസ് കണ്ടില്ലേ, യു നോ ദ ഡ്രിൽ. ബട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇൻ പേഴ്സൺ. പക്ഷേ എനിക്ക് ഈ മോട്ടോ ജി പി എഡിഷൻ ആക്ച്വലി ഇതിൻ്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു, മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ. അത്രേ ഉള്ളൂ. ബാക്കി എനിക്ക് നമ്മുടെ BS3 വേർഷൻ തന്നെയാണ് ഇഷ്ടം, പഴയ ആ ഒരു വേർഷൻ തന്നെയാണ് എനിക്കിഷ്ടം. പിന്നെ അവിടെ നമ്മുടെ ഡ്യൂക്ക് 125ഉം അതുപോലെ തന്നെ 250 ഒക്കെ ഉണ്ട്. പക്ഷേ 390 ഇല്ലായിരുന്നു, അഡ്വഞ്ചർ 390. ഞാനതും തപ്പിയായിരുന്നു. അതാണ് ഇതാണ് 250 ഡ്യൂക്ക്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ വണ്ടി അതിസാഹസികമായി വീട്ടിൽ നിന്നെടുത്ത് 4 പേര് വേണ്ടി വന്നു വണ്ടി നിന്നെടുത്ത് മേലോട്ട് വെക്കാൻ, വണ്ടിയുടെ പിക്കപ്പിൻ്റെ. എന്നിട്ട് വണ്ടിയെടുത്ത് മേളിൽ വെച്ചു, നമ്മൾ ഷോറൂമിൽ കൊണ്ടുപോയി. അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ വീഡിയോ. അപ്പോൾ ഷോറൂമിൽ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞെന്ന് വെച്ചാൽ അന്നേരം വണ്ടി കൊണ്ടുപോയതിൻ്റെ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നു, അതിൻ്റെ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാമായിരുന്നല്ലോ അവരോട്. അപ്പോൾ അതൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ദൈവം സഹായിച്ച് മീറ്റർ വർക്കിംഗ് ആണ്, ഇതുവരെ പ്രശ്നമൊന്നുമില്ല. മീറ്ററിൻ്റെ ആ മേളത്തെ ആ ഒരു ഷെല്ല് പോയിട്ടുണ്ട്. അപ്പോൾ മീറ്റർ റീപ്ലേസ് ചെയ്യേണ്ടിവരുമെന്ന് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും വണ്ടി കവർ ചെയ്ത് വെച്ചതുകൊണ്ട് നനഞ്ഞിട്ടില്ല, നനവുകളൊന്നും വണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് മീറ്റർ സേഫായി. അപ്പോൾ അത് ടെൻഷനായിരുന്നു. എനിവേ, അപ്പോൾ അവിടെ ചെന്നു. നമ്മൾ വണ്ടി മറ്റേ നമ്മുടെ പിക്കപ്പിൽ നിന്ന് താഴെ ഇറക്കി. അതും 4-5 പേര് വേണ്ടി വന്നു. അങ്ങനെ അത്ര ഹൈറ്റിൽ നിന്ന് ഇറക്കില്ലേ. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വണ്ടിക്ക് വെയിറ്റൊന്നും ഇല്ല, പക്ഷേ വണ്ടിയിൽ കാറ്റും ഇല്ല ടയറിൽ. അപ്പം ഇങ്ങനെ എടുത്ത് വെച്ചേക്കുമ്പോഴത്തെ ഭയങ്കര വെയിറ്റ് ആയി. അങ്ങനെ വണ്ടി താഴെ ഇറക്കി. അവിടെ അവിടെയുള്ള സ്റ്റാഫ് എല്ലാവരും വന്ന് വണ്ടി എടുക്കും. കാരണം എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇങ്ങനൊരു കണ്ടീഷനിൽ ഒരു RC പോലും കേരളത്തിൽ കാണത്തില്ല. RC എന്നല്ല, ഒരു KTM വണ്ടി പോലും കാണത്തില്ല ഇത്രയും ഒരു മോശം കണ്ടീഷനിൽ. ഷുവറാണ്, 100%. അങ്ങനെ അവരെല്ലാവരും വണ്ടി വന്ന് കണ്ടിട്ട് ഇത്രയും കിലോമീറ്റർ ഓടിയുള്ളൂ എന്നുള്ളൊരു സംശയം അങ്ങനെ ചോദിച്ചത്. കാരണം അത്ര ലോ കിലോമീറ്ററാണ്. പിന്നെ വണ്ടിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. വണ്ടിയുടെ എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ്, വണ്ടിയുടെ എത്ര കിലോമീറ്റർ, അതൊക്കെ ഞാൻ അടുത്തൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കാര്യം പറയാം. എനിവേ കഴിഞ്ഞില്ല. അങ്ങനെ വണ്ടി കൊടുത്തു. അവർ പറഞ്ഞു ഇപ്പോൾ തൽക്കാലം നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എന്ന് വെച്ചാൽ പഴയ അത്ര നാൾ 25 വർഷം ഇരുന്ന ഓയിലും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. വണ്ടി ഒന്ന് എന്തായാലും ഫുള്ള് അഴിച്ച് അതിനകത്തെ കമ്പോണൻസ്, ഇപ്പോൾ ഫ്യൂൽ പമ്പ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ മാറ്റണമല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റാനുള്ളതൊക്കെ മാറ്റി ബേസിക്കായിട്ട് വേണ്ട സാധനങ്ങളെല്ലാം മാറ്റാമെന്ന് പറഞ്ഞു. വണ്ടി ഒന്ന് റണ്ണിങ് ആക്കുക ആദ്യം. അപ്പോൾ അതിനുവേണ്ടിയുള്ള എസ്റ്റിമേറ്റ് എത്രയാണെന്നുള്ള കാര്യം പുള്ളിനെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. വിഷ്ണു എന്നാണ് തോന്നുന്നു പുള്ളിയുടെ, അല്ലേ വിഷ്ണു. പുള്ളി വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അപ്ഡേറ്റ് ചെയ്യാം. അത് വേണമെങ്കിൽ ഞാൻ വണ്ടി ഇപ്പോൾ വിളിച്ച് പറയുന്നതനുസരിച്ച് ഓരോ കുഞ്ഞു വീഡിയോ ആയിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ വണ്ടി ഫുള്ള് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടിയുടെ എസ്റ്റിമേറ്റ് എത്ര ആയെന്ന് ഇപ്പം എല്ലാ കാര്യങ്ങളും കറക്റ്റ് എഴുതി വെക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ വീഡിയോ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. അപ്പം നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത്, നമ്മൾ വണ്ടി കൊടുത്തു. എന്നിട്ട് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതാണ് സിറ്റുവേഷൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാമെന്നുള്ള ഇതിലാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ഓരോന്നോരോന്ന് ചെയ്ത് പോകാം, അല്ല നമ്മൾ ചുമ്മാ എല്ലാം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നിട്ട് ഞാൻ പിന്നെ ഷോറൂമിൽ കയറി. വണ്ടിയിൽ അവിടെ കുറേ നമ്മുടെ പുതിയ വണ്ടികളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. 125, പുതിയ RC 200, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി. വണ്ടി ജസ്റ്റ് നോക്കി. എന്തോ എനിക്ക് വണ്ടി കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. എന്തോ അതെനിക്ക് എൻ്റെ വണ്ടി നല്ല ആയതുകൊണ്ട് അതുകൊണ്ടല്ല, എന്തോ എനിക്ക് ആ ഒരു, ഞാൻ സത്യം പറഞ്ഞ RC എടുത്തതെന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ആ ഒരു ലുക്സിലാണ്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഉണ്ടായിരുന്നു, ഞാൻ ഓടിച്ചു നോക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അത് ഞാൻ പിന്നൊരു വീഡിയോ ആയിട്ട് എപ്പോഴെങ്കിലും ചെയ്യാം. കാരണം ഹെൽമെറ്റ് ഇല്ലായിരുന്നു, പക്ഷേ ക്യാമറയും മൗണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വണ്ടി അങ്ങനെ കിട്ടുമ്പോൾ ഞാൻ ഓടിച്ചു നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെന്താണ്, വണ്ടി ഒന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ആശ്വാസം. ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ പിന്നെയും അങ്ങ് വിഷമമാണ്. അപ്പോൾ എന്തായാലും വണ്ടി കൊടുത്തു. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം അത്ര ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്. നിങ്ങൾ വണ്ടി എന്തുമാത്രം ഇഷ്ടപ്പെടുന്നു എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താണ്, വണ്ടി ബിൽഡ് ചെയ്യുന്ന ഓരോ സ്റ്റേജിൽ ഞാൻ ഓരോരോ സജഷൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ഓരോരോ വീഡിയോസ് ഇടാം. വണ്ടിയുടെ പെയിൻ്റ് ആണെങ്കിലും വണ്ടിയിൽ എന്ത് റാപ്പ് ചെയ്യണം, ഈ വക ഐഡിയാസൊക്കെ തരിക, സജഷൻസ് തരിക. കാരണം ഇപ്പം ഞാൻ ഇവിടെ നാട്ടിലില്ലാത്ത സമയത്ത് ഇപ്പോൾ ഒരുപാട് പേര് വണ്ടി എടുത്ത് ഒരുപാട് പണികളൊക്കെ ചെയ്യുന്നുണ്ട് വണ്ടിയിൽ. റാപ്പും അതുപോലെ ഡിസ്ക് ആണെങ്കിലും ബ്രേക്കിൻ്റെ പുതിയ നമ്മുടെ ബ്രംബോയും RCBയുടെ ഒക്കെ ബ്രേക്ക് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ക്ലച്ച് അസംബ്ലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ കുറേ പുതിയ ചെയിനും സോക്കറ്റും വേറെ പല ബ്രാൻഡിൻ്റെ പുതിയ ബ്രേക്ക് പാക്സ്, ഇങ്ങനെ ഒരുപാട് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിനുള്ള സജഷൻസ് നിങ്ങൾ തരിക. കാരണം ഞാനിപ്പോൾ യൂസ് ചെയ്യാത്ത വണ്ടിയാണ്.
നിങ്ങളിതുപോലെ ഒരുപാട് യൂസ് ചെയ്ത് കുറേ നാൾ എക്സ്പീരിയൻസ് ആയവരുണ്ടാവും. അപ്പോൾ നിങ്ങളൊക്കെ സജഷൻസ് തരിക, അപ്പോൾ അതനുസരിച്ച് ഞാൻ ചെയ്യാം. പിന്നെന്താണ്, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ നമ്മുടെ വീഡിയോയ്ക്ക് റീച്ചും ഉണ്ടാവും. ഇത് സത്യം പറഞ്ഞാൽ അതില്ലെങ്കിലും റീച്ച് കിട്ടേണ്ട വീഡിയോ ആണെങ്കിൽ, അതായത് ആൾക്കാർക്ക് ഇഷ്ടമുള്ള വീഡിയോ ആണെങ്കിൽ റീച്ച് കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ബെൽ ബട്ടൺ എന്തിനാണ് എനേബിൾ ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യുന്നത് അവരുടെ വീഡിയോ വരുമ്പോൾ ആൾക്കാരുടെ അടുത്ത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പോർഷനാണ് ഇഷ്ടപ്പെടാത്തത്. കാരണം അതിന് മുന്നേ ഞാനിട്ട വീഡിയോസിലൊക്കെ നിങ്ങൾ മീൻസ് ചിലർ പറയുന്ന വീഡിയോയ്ക്ക് ലാഗ് ഉണ്ട്, ഇത്രയും ലാഗ് വരുത്തേണ്ട കാര്യമില്ല, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഐ എം സോ ഹാപ്പി. കാരണം എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഇത്രയും സപ്പോർട്ട് തന്നതിൽ ഒരുപാട് ഹാപ്പി. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ, ശുഭമംഗി, സൈനിങ് ഓഫ്, ബൈ.